ഇതുപോലെ സുഖമുള്ള ജോലി രാത്രി 8 മണിയാകുമ്പോ പെണ്ണുമ്പിള്ള വിളിക്കാൻ വരില്ല, പിരിവുകാര് വരില്ല, ആരും ശല്യം ചെയ്യാൻ വരില്ല. ഇതുപോലൊരു സുഖം വേറൊരു പണിക്കും കിട്ടൂല. നമസ്കാരം സെക്യൂരിറ്റി ചേട്ടാ. ചേട്ടന്റെ അപ്പുറത്തെ കല്ലറയിൽ ഇരിക്കുന്ന റീത്ത് ഞാൻ ചേട്ടൻ കിടന്ന കല്ലറയിൽ വെക്കേണ്ടതാണ്. ചേട്ടന്റെ നെഞ്ചിൽ വെക്കാൻ മടിച്ചാണ് അപ്പുറത്ത് വെച്ചിട്ട് പോയത്. ചേട്ടൻ ഉണരുമ്പോൾ അതെടുത്ത് ഇവിടെ വെക്കണം. നല്ല ആള്. 2 റീത്തിന്ന് അത്രേ ഉള്ളൂ. മോളെ ഇത് പെണ്ണുള്ളയാ. ചേട്ടാ നീ എവിടാ? ഞാൻ വീട്ടില്. കള്ളം പറയരുത്. സത്യമായിട്ട് ഞാൻ വീട്ടിലാന്നേ. എന്നാ മിക്സി ഓൺ ചെയ്താ നോട്ട് കേക്കട്ടെ. കേട്ടില്ലേ? ഇല്ല, ഒന്നുകൂടെ ഓൺ ചെയ്. ആ ശരി ശരി, അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്നലെ എത്ര റീത്ത് വിറ്റ്? ഇന്നലെ ഒറ്റ റീത്തേ പോയുള്ളൂ. ഒരു റീത്താ? പക്ഷെ ഇവിടെ 2 റീത്ത് വന്നല്ലോ. വേറെ ആരോ കട തുടങ്ങി കേട്ടോ. ഓക്കെ ഓക്കെ, ശരി എന്നാ. അപ്പൊ വെച്ചോ. ഇല്ലില്ല ചേട്ടാ, എപ്പോഴും ഇങ്ങനെ ശവപ്പറമ്പിൽ കിടന്നാ മതിയോ? ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നത് കിടക്കണ്ടേ? അവിടെ വന്നാലും നീ ശവം തന്നല്ലോ. ഒന്നടിക്കാം. അയ്യോ അയ്യോ. തിങ്കൾ കുളിർപ്പൊന്നും നിലാത്തേത്തുള്ളി ഈ കായൽ കണ്ണനിൽ സംസ്കൃതമോഷാദ ആത്മാവിൽ തിങ്കൾ കുളിർപ്പൊന്നും നിലാത്തേത്തുള്ളി. എങ്ങനെയല്ലാക്കാനാ? രാത്രി മുഴുവൻ മൊബൈലിൽ പണിയാ. കോളിംഗ് ബെല്ല് അടിക്കാം. തിങ്കൾ കുളിർപ്പൊന്നും ഈ കായൽ വർഷം ഇനിയിപ്പോ അതിന് കൂടുതൽ പൂവുണ്ടല്ലോ. എന്റെ ഭാര്യ കൊണ്ട് വെച്ചിട്ട് പോയതാ. ഇതാവേ അപ്പൊ ഭാര്യക്ക് നിന്നോട് അത്രയ്ക്ക് സ്നേഹമായിരുന്നോ? സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല, ഞാൻ ജീവിച്ചിരുന്നപ്പോ അവള് കട്ടിലിന്റെ താഴെ ഒരു കട്ടൻ ചായ പോലും കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവൾ പൂ കൊണ്ട വെച്ചേക്കുവാ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പൂക്കച്ചവടക്കാരനായിട്ട് മെയിനായിട്ടുണ്ടാവും പുള്ളിക്കാരത്തി. അവനെ ഞാൻ ശരിയാക്കും. ഞാൻ എന്ത് ചെയ്യും? കൊല്ലും ഞാനവളെ, കൊല്ലും ഞാൻ. ആത്മാവാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓ നേരാണല്ലോ. നേരാണല്ലോ. എന്നെ എന്തിനാ വിളിച്ച കിട്ടിയത്? അത് എന്നെ ഓർക്കാൻ നിങ്ങളുടെ ഉറങ്ങണേ. അതിന് ഉറങ്ങിയിട്ട് വേണ്ടേ? ഉറങ്ങാൻ നീ എന്നെ എടുക്കുവാനില്ലാത്ത നമ്മുടെ സെക്യൂരിറ്റി ഇല്ലേ, ആ പുള്ളിക്കാരെ സ്മോളും കൊണ്ടുവന്ന് വെച്ച് ടച്ചപ്പിന് ബർഗറും കൊണ്ടുവന്ന് വെച്ച് അടിച്ച് ഇതിന്റെ മുകളിൽ കിടക്കുമല്ലേ. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങും? ബർഗറാന്ന് എങ്ങനെ മനസ്സിലായി? ടച്ചപ്പ് അകത്ത് കിടന്ന് കേൾക്കാലോ, ബർഗറിന്റെ ഗിറ് ഗിറെന്നുള്ള ഒച്ച. തിങ്കൾ കുളിർപ്പൊന്നും നിലാത്തേത്തുള്ളി ഈ കായൽ കണ്ണനിൽ വർഷം പകർന്നോഷാദ ആത്മാവിൽ തിങ്കൾ കുളിർപ്പൊന്നും നിലാത്തേത്തുള്ളി. എന്താ പേര്? എന്താ എന്റെ പേര്? എന്റെ പേര് സിബി. വട്ടപ്പേര് പറ. വട്ടസിബി. കയ്യിലൊക്കെ കൊള്ളാം. നാളെ വരുമ്പോ ഈ മൂക്കിലെ പഞ്ഞ് കാണരുത്. മൂക്ക് മനസ്സിലായോ? അത്ര കഥേ ഉള്ളൂ, അത്ര കഥേ ഉള്ളൂ. ഇന്നലെ മുണ്ട് കുത്തിയത് പുള്ളി അറിഞ്ഞു ഒന്ന് പാൻറ്റായിക്കൊണ്ട് വന്നേക്കുക. നമ്മളൊക്കെ ഇവിടെ ഒന്നിച്ച് കഴിയേണ്ട ആൾക്കാരുടെ ഇടയിൽ കുടുംബങ്ങളൊക്കെ തിരിച്ചു കിട്ടിയ സന്തോഷം. ചോദിക്കട്ടെ, കാര്യങ്ങൾ ചോദിക്കട്ടെ. നീ എങ്ങനെയാണോ മരിച്ചത്? എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. നേഴ്സറിയുള്ളവരാണെന്ന് പറഞ്ഞ പ്രേമം. നേഴ്സറിലൊക്കെ പ്രേമമുണ്ടോ? അല്ല, ആ നേഴ്സറി അല്ല, പിന്നെ ഈ റബ്ബർ നേഴ്സറിയില് അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ പ്രേമം. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവരെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ആണോ? അവർ വീട്ടുകാർ സമ്മതിക്കാതാവുമ്പോ പിന്നെ അങ്ങനെ വന്ന് വിഷമിച്ച് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം, മരിക്കുമ്പോ ഒന്നിച്ച് മരിക്കണം. അങ്ങനെ ഇരുന്നത് ഞാൻ പിന്നെ എന്റെ ജീവനം കൊടുക്കി. ഈ പെണ്ണ് വേണ്ടായിരുന്നു. പെണ്ണ് സുന്ദരിയാ. നമ്മുടെ ആപ്പിളിന്റെ കവിള്, ഈ തൊണ്ടിപ്പടത്തിന്റെ ചുണ്ട്, നല്ല മുന്തിരിങ്ങ പോലത്തെ കണ്ണ്, അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ എന്ത് രസമാണ്. പൂമ്പടത്തിന്റെ കളറ്. ഈ റബ്ബർ നേഴ്സറിൽ വെച്ചാണ് കണ്ടാലോ ഫ്രൂട്ട്സ് കടയിൽ വെച്ചാണ് സാധനം കണ്ടത്? അല്ല, ഞാൻ കണ്ടത് മറ്റേ റബ്ബർ നേഴ്സറിൽ വെച്ചാണ്. വർണ്ണിച്ചപ്പോ ഫ്രൂട്ട്സ് കട കയറി വന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ എങ്ങനെ വിളിച്ചേ? ഞാനോ? അത് ഞാൻ പറയാം. പറയാനുള്ള അവകാശമുണ്ട്. ചേട്ടൻ മരിച്ച ചേട്ടൻ പറ.
ചുംബന സമരത്തിൽപ്പെട്ട മരിച്ചേൻ. അയ്യോ, ആസ്വദിച്ച് മരിച്ച മനുഷ്യനാട്ടോ, ആസ്വദിച്ച് മരിച്ച മനുഷ്യ. തുണ്ടെന്ന് കാണിച്ചേ, ചുമ്മാ വെച്ച് ശ്വാസം മുട്ടി മരിച്ചു അല്ലേ? പിന്നെ എങ്ങനെ മരിച്ചേ? ചുംബന സമരം നടക്കുമ്പോ ഇവർ കാണാൻ പോയതാ. പോലീസ് ഓടിച്ചപ്പോ ഇവർ തിരിഞ്ഞു നിന്ന് ഓടിയതാ. തേക്കുണ്ടാവുന്ന ഒറ്റ ഇടിയാ, അവിടെ കിടന്നങ്ങ് മരിച്ചു. ഉമ്മ കൊടുത്തു, തേക്കിനും റബ്ബറിട്ടും. അത് ശരി, അങ്ങനെ മരിച്ചു. ചേട്ടൻ എങ്ങനെ മരിച്ചേ? കരുത കളിക്കാൻ പോയപ്പോ പന്നി വരുത്തിയതാ. അതെല്ലാ പണിയാവും. കഴുത കളി എന്ന് പറഞ്ഞ ഒരു കളി, പന്നി വളർത്തെന്ന് പറഞ്ഞ വേറൊരു കളി. അതെ, ഈ രണ്ടു കളികൾ ചേട്ടൻ ഒന്നിച്ചു കളിച്ചാണോ മരിച്ചത്? എന്നെ പറ്റിയ സത്യം പറ. സംബന്ധം കുറ്റിക്കാട്ടിരുന്ന് ഞങ്ങൾ 4-5 പേര് ഒരു കഴുത കളിക്കുമായിരുന്നു. അപ്പൊ ഒരു പന്നി വന്ന്, കാട്ടുപന്നി വന്ന് കുത്തി മലത്തിയിട്ട് അങ്ങ് പോയി. എന്നെ അങ്ങനെ മലത്തി, അങ്ങനെ പറ്റിപ്പോയതാ. അങ്ങനെ പന്നി മലത്തിയതാ. എല്ലാവരുടെ വിചാരം ഇവിടെ ഭയങ്കര പേടിയാണ്, യക്ഷിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. നമുക്ക് കുറച്ച് പേടി വന്നാൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. 2 വരി അങ്ങോട്ട് വായിക്കുക, ദൈവത്തെ മനസ്സിൽ വിചാരിച്ച്. എല്ലാ ഭയവും അങ്ങ് പോകും. പ്രാർത്ഥിക്കാനുള്ള പരിപാടി പുള്ളി. പ്രാർത്ഥിക്കാൻ വയറാണുള്ളത്. എന്റെ പേര് ജോർജ്, 27 വയസ്സ്. അച്ഛനുമില്ല, അമ്മയുമില്ല. ഞാൻ MBBS വരെ പഠിച്ചു. എന്നെ വളർത്തി വലുതാക്കിയത് എന്റെ അമ്മാവനായിരുന്നു. അമ്മാവനും മരിച്ചു. അമ്മാവന്റെ മരണശേഷം ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ ഗഫൂർക്ക എന്നെ ഒരു വീട്ടിൽ ജോലിക്ക് നിർത്തി. ആ വീട്ടിലാണെങ്കിൽ ഒരു മദാലസ്യായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പെട്ടെന്ന് വായിക്കത്. മദാലസ്യ. ഞാൻ ആ വീട്ടിൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു. വീട്ടിൽ പോവാൻ നേരം ആ ചേച്ചി എന്നോട് ചോദിച്ചു, ഇന്ന് വീട്ടിൽ പോകുന്നുണ്ടോ എന്ന്. പറയണം, ആ ചേച്ചി പൊന്ന പോകുന്നുണ്ടെന്ന് പറ. എന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം, പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു പോകുന്നില്ല എന്ന്. എന്തെങ്കിലും നടക്കൂടെ? ബാക്കി വായിക്കും. ഞാൻ രാത്രി ഉമ്മറത്തിരുന്നപ്പോൾ ചേച്ചി കുളിക്കാനായി കുളിമുറിയിലേക്ക് പോവുകയാണ്. സംഭവം അങ്ങോടെ വന്നു. എന്റെ മനസ്സിൽ ഏതോ ഒരു പിശാച് കടന്നുകൂടി. വേണമല്ലോ. ഞാൻ ചേച്ചി കുളിമുറിയിൽ പോകുന്നത് കണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. നേരെ അടുക്കളയിൽ പോയി. പോയത് അടുക്കളയിലേക്ക് പോയി. നമുക്ക് ബാത്റൂമിലേക്ക് പോകണല്ലോ, അടുക്കളയിലേക്കാണ് ഈ സമയത്ത് പോണത്. അടുക്കളയിൽ പോയി ഒരു പഴം എടുത്ത് കഴിച്ചു. എന്നിട്ട് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുളിമുറിയിൽ നിന്നും ഒരു ഒച്ച, ഒരു സൗണ്ട്, ഒരു വിളി. ആ പുള്ളിക്കാരത്തേക്കുണ്ട്. വികാരമൊക്കെ. ഞാൻ അവിടെ നിന്ന് ഓടി നേരെ കുളിമുറിയുടെ ഫ്രണ്ടിൽ ചെന്നു. ഓർന്നെടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? വെള്ളം അർപ്പിക്കാതെ പറഞ്ഞു അടിച്ചിട്ട് അയച്ചിട്ട് എന്നാ മനുഷ്യനായത്? അത്രയും വരെ കുളിന്നെത്തിച്ചിട്ട് അത് മുഴിപ്പിക്കാതെ. ഇതാണ് ഈ മദ്യത്തിന്റെ പ്രശ്നം. ഒന്നും അവൻ മുഴിപ്പിക്കത്തില്ല. ഇവൻ പിന്നെ എങ്ങനെ വീട്ടിൽ പോവും? അതെ, ഇവ വെറുതെ വീട്ടിൽ പെട്ടെന്ന് കാര്യം കാണാൻ. അപ്പൊ കുളിമുറിയുടെ ഡോറിൽ ഡോറ് തള്ളി തുറന്നു കയറിയ ഇവിടെ വെള്ളം അടിക്കുക. ഇവൻ എന്താ ഇരുന്ന് കാണുന്നത്? പിന്നീടല്ലോ നീയൊക്കെ തല്ലി കൊല്ലണമെന്നാ അറിയുന്നത്. നീ നിന്റെ പെട്ടി പോയി കിടന്നു. കളിപിടികൾ നേരം പഠിപ്പിച്ചാലെന്ന് ഞാൻ ആലോചിക്കണം. കിടക്കല്ലേ കിടക്കല ഉച്ച മർത്താൻ പറഞ്ഞിട്ട് കിടക്കാം. എന്നാലും അവൻ കണ്ടത് എന്തായിരിക്കും? പുസ്തകമായിരിക്കണം. കണ്ടത് എന്താണെന്ന് വായിക്കാതെ അങ്ങോട്ട് വായിക്കാതെ ഉറക്കം വരും. നമ്പർ എത്ര പോയല്ലോ? 14. അതിങ്ങൊന്നാണ് 14. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് കേൾക്കത്തില്ല. പിന്നെന്താ? എന്റെ പേര് ജോർജ്. അവൻ ഒന്നോ തുടങ്ങുമല്ലോ. 27 വയസ്സ്. അത് കേട്ടതാണേ.
എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല. നിന്നെ കൊണ്ട് ഒരാൾ പണിക്ക് നിർത്തി ആ വീട്ടിലെ ചേച്ചി കുളിക്കാൻ പോയി. നീ എങ്ങനെയാണ് അച്ഛനമ്മ ഉണ്ടാവുന്നത്? അതിന്റെ അവിടെ ചെന്ന് നിന്നു. ഇതൊക്കെ അല്ലടാവേ, അത് കഴിഞ്ഞിട്ടല്ലെന്ന് പറ. നിന്നെ കൊല്ലണം അത്. നിങ്ങൾ നേരത്തെ വായിച്ചു തരുന്നു. അതല്ല ഞങ്ങൾ ഈ പറയണത്. കണ്ടു ചെന്ന കണ്ട കാഴ്ച എന്തായിരുന്നു? അതറിയാണ് ഞങ്ങൾ ഈ ചോദിക്കണത്. അവന്റെ കണ്ണുകൾ ചുമക്കും കാര്യത്തിന് കേറിച്ചല്ലേ വേണ്ട നാളായി. നേരത്തെ അമ്മയുണ്ടല്ലോ, ഇവനെ കൊന്നിട്ടായിരുന്നു ഞാൻ ചാവുള്ളൂ. അറിയാമോ, ഈ നശിച്ചവനെ കൊന്നിട്ട് അവന്റെ തന്തയും വെള്ളം ചത്തുന്നു. ഇവനാണ് ആദ്യം ചാവുന്നത്. ഞാൻ പ്രചാരിക്കും അല്ല അവനാണ്. കുറിത്ത് ഇവിടെ നാളെ ആവശ്യം വരും. ഇതിവിടെ തന്നെ വരും. എന്റെ കടയിൽ നിന്നല്ലേ പോണത്. അവൻ അങ്ങ് പോയി. ഇവനൊക്കെ എന്ത് നാളിയാണോ അവൻ മനുഷ്യനെ. ജീവനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനെ കല്യാണം കഴിച്ചാൽ ഞാനും കെട്ടിയാലേ. അങ്ങനെ പറ്റൂല. അതിനെ പറ്റിയല്ല. ഞാൻ കെട്ടുമായിരുന്നു. ഞാൻ കെട്ടും. എന്റെ അണ്ണന്മാരെ അങ്ങനെ പറയല്ലേ. ഇതാരാന്നറിയോ? ആരാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നേഹിച്ച പെണ്ണെന്ന് പറഞ്ഞില്ലേ, അവൾ എന്തെങ്കിലും എന്നെ കാണാൻ വരുന്നു പറഞ്ഞില്ലേ, അവൾ എന്നെ കാണാൻ വന്നേക്കണ അറിയാമോ? നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾ പെങ്ങളായിട്ട് കാണണം. നിങ്ങൾ പെങ്ങളായിട്ട് കാണണം. സോറി പറ അല്ലേ. എന്താ അവൾ എന്നെ അന്വേഷിക്കാ? ഇവിടെ ഉണ്ട്. ഇവിടെ നീ എവിടാ? ഇവിടെ ഉണ്ട്. നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഈ പറയണേ? മോളെ ഇവിടെ നിപ്പുണ്ട് നിന്റെ എല്ലാമായ ചേട്ടൻ. നീ എന്താ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നേ? മറിഞ്ഞു നിൽക്കണതാണ്. ഇതാ കിടക്കുന്നത് നിന്റെ ആള്. എടുത്തോ. എത്ര നേരം ഞാൻ കാത്തിരിക്കുവാ? നീ ഒന്ന് വേഗം വാ. തുറന്നു പറയണ വന്നടി. ഇവിടെ റേഞ്ച് ഇല്ലാന്ന്. റേഞ്ച് കിട്ടുന്നില്ല. എവിടെയാ നിൽക്കുന്നേ? ഹലോ എബി, നീ എവിടെയാ? എബിയോ? നിന്റെ പേര് എബീന്നോ? അല്ല, ഞാൻ എന്റെ പേര് സിബി. സിബി എന്നല്ല വിളിച്ചേ. എബീന്നോ? അല്ലല്ല, സിബി എന്നായിരിക്കും. സിബിനെ വിളിച്ചോളൂ. എബി ചുമ്മാ എന്നെ പറ്റിക്കല്ലേ. എബി, നീ എന്റെ മുന്നേ വരുന്നുണ്ടോ? എബി എവിടെ വരുന്നുണ്ടോ? എബി എലീന, എബി എലീന, എബി എലി, എബി എലി. പേരൊന്ന് മാറ്റിപ്പിടിക്കണ ഇവനാ എലി. ശരിക്കും ഡോക്ടറിന്റെ കൂടെ തലയും വെച്ചോണ്ട് വന്ന് നിൽക്കുവാ പ്രാന്തൻ. വെരി നൈസ്. എന്റെ സങ്കല്പത്തിലുള്ള അതേ ആള്. എലീന, എന്റെ ഫേസ്ബുക്കിലെ ഫോട്ടോ ഷാരൂഖ് ഖാന്റെയാ. പക്ഷെ നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? അയ്യോ, ഒരു ഇച്ചിരി പോലെ മാറ്റം. ശരിക്കും ഒരു മിനിറ്റ്. അയ്യോ, വിഷമിക്കേണ്ട കാര്യമില്ല. ഷാരൂഖ് ഖാനെ പോലെ തന്നുണ്ട്. പണ്ടേ ഇവിടെ സൂചിപ്പിക്കാൻ പിടിക്കുക അറിയാവോ? ആണോ? എന്നെ കണ്ടപ്പോൾ ഞാൻ ചാവുന്നവരെ ഇവിടെ എന്നോട് പറഞ്ഞോളൂ. അരവിന്ദ് സ്വാമിയാണ്. അരവിന്ദ് സ്വാമിനെ ആയിരിക്കില്ല. അതെ, കറക്റ്റ് അരവിന്ദ് സ്വാമിയാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അരവിന്ദ് സ്വാമി അങ്ങനെ കറക്റ്റാ. ചിലപ്പോഴൊക്കെ ഇവിടെ അങ്ങനെയും പറയും, നല്ല കാര്യവും പറയും. പറ്റൂ. ഈ ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഈ ജന്മത്തിൽ ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും നമ്മൾ ഒരുമിക്കും. ഈ ജന്മം തീർത്തിട്ട് നീ ഇങ്ങോട്ടല്ലേ പറഞ്ഞ നിന്നെ ഇവിടെ കിട്ടിയാൽ വലിച്ചു കയറുന്നില്ല. അന്നേരം നീ ഈ ജന്മം അടുത്ത ജന്മം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ചോദിച്ചോ. അല്ല, ആരെങ്കിലും ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു? ഒരു പുരുഷൻ പോലും ഇന്നേവരെ എന്നെ സ്പർശിച്ചിട്ട് പോലുമില്ലേ? എന്താ ദൈവമേ, എന്നാ നുണയായി ഇവിടെ പറയണമെന്ന്. എന്റെ പൊന്നെ, ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, മൂന്നാറ് ഇവിടെയൊക്കെ ലോഡ്ജിൽ പോയി 6 മാസം താമസിച്ചത് എന്നല്ല ഭജന ഇരിക്കാൻ വേണ്ടി ആയിരുന്നു എന്റെ പൊന്ന് സുഹൃത്തെ. നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? വേറെ എത്ര സ്ഥലങ്ങളുണ്ട്. ഇവിടെ വന്ന് എന്നെ കാത്തിരിക്കാൻ സമയമുള്ളൂ. പാർക്കുണ്ട്, ബീച്ചുണ്ട്, എല്ലാ സ്ഥലങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഇതെന്തിനാ ഈ ശ്മശാനം പോയി മടുത്തൂടാണ്? അതെന്താന്നറിയോ, ഈ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയാൽ അവിടെയൊക്കെ ആൾക്കാരുടെ ശല്യമായിരിക്കും. ഇതിപ്പോ ഈ ശ്മശാനത്തിൽ ആരും വരത്തില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്ക് എബിയെ കൊണ്ടൊന്ന് സത്യം ചെയ്യിക്കണമായിരുന്നു. സത്യം ഇങ്ങനെ ജയിക്കാനല്ല. പിന്നെ ഭയങ്കര നോട്ടിയാണല്ലോ എബി. ചിരിക്കല്ലേ
തീർച്ചയായും ഞാൻ സത്യം ചെയ്യിക്കാം. അതല്ല പിന്നെ? ദേ, ആ കാണുന്നില്ലേ ആ. അതെന്റെ മുത്തശ്ശന്റെ കല്ലറയാണ്. എവിടെ? ആ കാണുന്നില്ലേ അത്. അപ്പൊ എന്റെ മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് എബി എനിക്ക് സത്യം ചെയ്തു തരണം. ഒരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലാത്ത എന്നെ എബി കൈവിടില്ല എന്ന് എനിക്ക് സത്യം ചെയ്യണം. തീർച്ചയായും ഒരിക്കലും ഞാൻ നിന്നെ കൈവഴിയില്ല. തലക്കെട്ടുണ്ടല്ലോ, ഇപ്പൊ തന്നെ വെള്ള തലക്കെട്ടാവുക ഇവിടെ വട്ടം കേട്ടോ. ഇങ്ങനെ അടുത്ത മാസം ഇങ്ങ് വരും. അവൻ അടുത്ത മാസം കൂടെ വരും. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മതി. നീ എന്ത് വെക്കണം എണ്ണി പറഞ്ഞത്? അല്ലല്ലേ ഓർക്കാൻ നമ്മൾ സ്നേഹിച്ച ആത്മാർത്ഥമായിട്ടാണല്ലോ സ്നേഹിച്ചത്. ഇങ്ങനെ വരും നമ്മൾ ഓർത്തില്ലല്ലോ. നീ സംസാരിക്കും. നീ ആത്മഹത്യ ചെയ്തല്ലേ? ആത്മഹത്യ ചെയ്തോ? ആണല്ലോ ആണത്. നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ആത്മഹത്യ ചെയ്താണോ? ഇല്ല. നിന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് ഞാൻ ആത്മഹത്യ? അല്ലല്ല. നിന്റെ ഏതെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാണ് ആത്മഹത്യ? ആർക്കും വേണ്ടിയിട്ടല്ല. പിന്നെ നീ ആർക്ക് വേണ്ടി ആത്മഹത്യ ചെയ്തു? അല്ല എന്റെ ജീവിതം അങ്ങനെ പൊക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും അല്ലാതെ പ്രേമം അല്ലാതെന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്ന മണ്ടന്മാരും മണ്ടികളും ഉണ്ടല്ലോ ഇതിനകത്ത്. അവരൊന്ന് മനസ്സിലാക്കട്ടെ. നീ എന്റെ അരികിൽ നേരം ഇരിക്കണേ. ജോർജ് 27 വയസ്സ്. നമുക്ക് ഇതൊക്കെ ഉള്ളതാവേ.